BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ടി സിദ്ദിഖിന് ഇരട്ട വോട്ട്. പെരുമണ്ണയിലും കൽപ്പറ്റയിലും വോട്ടുണ്ടെന്ന ആരോപണം. രേഖകൾ പുറത്തുവിട്ട CPIM. കൽപ്പറ്റ MLA ടി സിദ്ദിഖിന് ഇരട്ട വോട്ട് എന്ന ആരോപണവുമായി CPIM ജില്ലാ സെക്രട്ടറി K. റഫീഖ്. കോഴിക്കോട് പെരുമണ്ണയിലും വയനാട് കൽപ്പറ്റയിലും സിദ്ദിഖിന് വോട്ടുണ്ടെന്ന് K. റഫീഖ് പറഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറി K. റഫീഖ് രേഖകൾ പുറത്തുവിട്ടു. വോട്ടർ പട്ടിക വിശദമായി പരിശോധിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്തത്. ഒരു ഉത്തരവാദിത്വപ്പെട്ട ജനപ്രതിനിധി ഇങ്ങനെ ചെയ്യുവാൻ പാടില്ലായിരുന്നുവെന്നും വിമർശനം. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി ടി സിദ്ദിഖ് രംഗത്തെത്തി. റഫീഖും CPIMും രാജ്യവ്യാപക വോട്ട് കൊള്ള നടക്കുമ്പോൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. വോട്ട് ഷിഫ്റ്റ് ചെയ്യുവാൻ താൻ അനുമതി ചോദിച്ചതാണ്. കൽപ്പറ്റയിലേക്ക് വോട്ട് ഷിഫ്റ്റ് ഓട്ടോമാറ്റിക്കായി മാറും എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട്ടെ വോട്ട് നീക്കം ചെയ്യുവാൻ താൻ തന്നെ ഇടപെടും. തനിക്ക് ഇരട്ട വോട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. മിറാഷ് എന്ന ചിത്രത്തിന്റെ വീഡിയോ ഗാനം റിലീസായി. ആസിഫ് അലി, അപർണ ബാലമുരളി, ഹക്കീം, ഷാജഹാൻ, ഹന്ന റിജി കോശി, സമ്പത്ത് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മിറാഷ് എന്ന ചിത്രത്തിന്റെ ലിറിക്കൽ വീഡിയോ ഗാനം റിലീസായി. വിനായക് ശശികുമാർ എഴുതിയ വരികൾക്ക് വിഷ്ണു ശ്യാം സംഗീതം പകർന്ന നജീം അർഷാദ് ആലപിച്ച ഇളവേനൽ പൂവേ ചെറുമൌനക്കൂടെ എന്നാരംഭിക്കുന്ന ഗാനമാണ് റിലീസായത്. 717 പ്രൊഡക്ഷൻസ് ഓഫ് എ ബെഡ് ടൈം സ്റ്റോറീസുമായി സഹകരിച്ച നാഥ് സ്റ്റുഡിയോസ് E4 എന്റർടൈൻമെന്റ്സ് അവതരിപ്പിക്കുന്ന മിറാഷ് എന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം സതീഷ് കുറുപ്പ് നിർവഹിക്കുന്നു. മുകേഷ് R. മേത്ത, ജതിൻ M. സെഥി, CV സാരഥി എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. മുൻ SFI ജില്ലാ സെക്രട്ടറിയെ മർദ്ദിച്ച സംഭവം CI മധു ബാബു സ്ഥിരം കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. SFI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പറും കോന്നി ഏരിയ സെക്രട്ടറിയുമായ നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ കോന്നി CI ആയിരുന്ന മധു ബാബുവിനെതിരായ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. മധു ബാബു സ്ഥിരമായി കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥനെന്നും ക്രമസമാധാന ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തണം എന്നുമാണ് റിപ്പോർട്ട്. പത്തനംതിട്ട മുൻ SP ഹരിശങ്കറാണ് റിപ്പോർട്ട് നൽകിയത്. 2016 പത്തനംതിട്ട SP ആയിരുന്ന ഹരിശങ്കർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കോന്നി SHO ആയിരുന്ന മധു ബാബുവിനെതിരെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു റിപ്പോർട്ട് നൽകിയത്. പരാതിക്കാരനായ മുൻ SFI ജില്ലാ നേതാവ് ജയകൃഷ്ണന്റെ മുഖത്തും മറ്റും പരിക്കേറ്റതായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം. ചികിത്സയിലുള്ള 2 പേരുടെ ആരോഗ്യനില ഗുരുതരം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 2 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മലപ്പുറം വണ്ടൂർ സ്വദേശിനിയായ 52-കാരി ഉൾപ്പെടെ 2 പേരുടെ ആരോഗ്യനില ഗുരുതരമായാണ് തുടരുന്നത്. ഇവർ ICUവിൽ തന്നെ തുടരുകയാണ്. 3 കുട്ടികളടക്കം 12 പേരാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് 1 മാസത്തിനിടെ 4 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. രോഗബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം 30, 31 തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ, ജലസംഭരണ ടാങ്കുകൾ എന്നിവ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ക്ലോറിനേറ്റ് ചെയ്തിരുന്നു. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ എന്നിവിടങ്ങളിലും ഇത് പാലിക്കണമെന്ന കർശന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവ്. യുവതിയുടെ നെഞ്ചിൽ കുരുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുവാൻ സാധ്യത തേടി ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുവാനുള്ള സാധ്യത തേടി ആരോഗ്യവകുപ്പ്. സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ആരോഗ്യവകുപ്പ് ഉടൻ യോഗം ചേരും. ബുധനാഴ്ച ചേരുന്ന അന്തിമ യോഗത്തിന് ശേഷമായിരിക്കും തുടർ തീരുമാനം. സർജറിയിലൂടെ ഗൈഡ് വയർ പുറത്തെടുക്കുവാനുള്ള സാധ്യതയാണ് ആരോഗ്യവകുപ്പ് തേടുന്നത്. ഗൈഡ് വയർ പുറത്തെടുക്കുവാൻ സാധിക്കുമെന്ന് മെഡിക്കൽ കോളേജിലെ വിദഗ്ധർ അറിയിച്ചിരുന്നു. വിഷയം ചർച്ച ചെയ്യുവാൻ മെഡിക്കൽ ബോർഡ് യോഗം ഉടൻ ചേരും. ശസ്ത്രക്രിയയ്ക്ക് ശ്രീചിത്ര മെഡിക്കൽ സെന്റർ അധികൃതരുടെ സഹായം തേടി ജില്ലാ മെഡിക്കൽ ഓഫീസർ കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. കാർഡിയോ വാസ്കുലാർ റേഡിയോളജി വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനമാണ് തേടുന്നത്.
ബുധനാഴ്ച ചേരുന്ന അന്തിമ മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കും തുടർ തീരുമാനം. സർജറിക്കായി പരാതിക്കാരി സുമയ്യയിൽ നിന്നും ആരോഗ്യവകുപ്പ് സമ്മതപത്രം വാങ്ങി. തൈറോയിഡ് ഗ്രന്ഥി നീക്കൽ ശസ്ത്രക്രിയയ്ക്കിടെയാണ് കാട്ടാക്കട സ്വദേശി സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. ബീഹാർ BD പോസ്റ്റ് എന്റെ അറിവോടെയല്ല. പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തിരുത്തിച്ചത് ഞാനാണ്. VT ബൽറാം. ബീഹാർ BD പോസ്റ്റ് വിവാദത്തിൽ KPCC നേതൃയോഗത്തിൽ VT ബൽറാം വിശദീകരണം നൽകി. തന്റെ അറിവോടെയല്ല പോസ്റ്റ്. വിവാദങ്ങൾ അനാവശ്യമാണ്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ടീമിന് പറ്റിയ വീഴ്ചയാണ്. പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തിരുത്തിച്ചതും താനാണെന്നും ബൽറാം പറഞ്ഞു. പോസ്റ്റിന്റെ പേരിൽ തനിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു. ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുവാൻ കഴിയാത്തത് നേരത്തെ തന്നെ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയതാണ്. സ്വന്തം നിലയ്ക്ക് പ്രതികരണം വേണ്ട. ദേശീയ വിഷയങ്ങളിൽ സ്വന്തം നിലയ്ക്കുള്ള പ്രതികരണം വേണ്ടതില്ലെന്ന് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന് KPCC നിർദ്ദേശം നൽകി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. VT ബൽറാം രാജിവച്ചിട്ടില്ല. ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ദൌർഭാഗ്യകരം. രാജിവാർത്ത തള്ളി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വിവാദമായ ബീഹാർ BD എക്സ്പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ VT ബൽറാം രാജിവെക്കുകയോ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. KPCC വൈസ് പ്രസിഡന്റായ ബൽറാം അധിക ചുമതലയായി വഹിക്കുന്ന DMC ചെയർമാൻ പദവിയിൽ ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായമനുസരിച്ച് വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമ വിഭാഗം പുനഃസംഘടിപ്പിക്കുവാനുള്ള നടപടികൾ പാർട്ടിയുടെ അജണ്ടയിലുണ്ടെന്നും സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. മമ്മൂട്ടിയുടെ ജന്മദിനം ആഘോഷിച്ച് മലയാള സിനിമയും ആരാധകരും. കളങ്കാവൽ പുത്തൻ പോസ്റ്റർ പുറത്ത്. 74ാം ജന്മദിനം ആഘോഷിക്കുന്ന മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ജന്മദിനം മലയാള സിനിമാ ലോകവും സിനിമാ പ്രേക്ഷകരും ചേർന്ന് ആഘോഷമാക്കുന്നു. അതിന്റെ ഭാഗമായി മമ്മൂട്ടിയുടെ അടുത്ത റിലീസായെത്തുന്ന കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ പുത്തൻ പോസ്റ്റർ പുറത്തുവന്നു. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ K. ജോസ് സംവിധാനം നിർവഹിച്ച ഈ ക്രൈം ഡ്രാമ ചിത്രത്തിന്റെ ടീസർ നേരത്തെ പുറത്തുവരികയും വമ്പൻ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.